എന്തായാലും വയനാട്ടിലെ ആ പ്രതിഷേധം തുടരുകയാണ്. അജി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഇപ്പോഴും ടൗൺ കേന്ദ്രീകരിച്ച് തുടങ്ങിയാണ്. മൃതദേഹവുമായാണ് നാട്ടുകാർ പ്രതിഷേധം തുടരുന്നത്. ഒരു സ്ഥായിയായ പരിഹാരം വേണമെന്നുള്ള ആവശ്യം നിരന്തരമായി ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നോ യാതൊരുവിധ നടപടിയും ഇതിനോടകം ഉണ്ടായിട്ടില്ല എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു. കൂടാതെ ഉദ്യോഗസ്ഥർ DFOയും മറ്റ് അധികൃതരും ഒക്കെ തന്നെ രാവിലെ ഈ സംഭവം നടന്നിട്ടും ഇത്രയധികം നേരമായിട്ടും എത്തിയില്ല എന്നൊരു ആരോപണം അവർ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഏറെ മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് SP-യും മറ്റ് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ സ്ഥലത്തേക്ക് എത്തിയതെന്നുള്ള വിമർശനം നാട്ടുകാർ ഉന്നയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ചർച്ചയ്ക്ക് ഇനി തയ്യാറല്ല. ഒരു സ്ഥായിയായ പരിഹാരം വേണം. ഇത്തരത്തിൽ 160-ലേറെ ആളുകൾക്ക് ഈ ഒരു വന്യജീവി ആക്രമണത്തിൽ വയനാട്ടിൽ മരണം സംഭവിച്ചിട്ടുണ്ട്. അത്രയും അധികം ആളുകൾ മരിച്ചതിന് ശേഷവും ഒരു സ്ഥായിയായ സംവിധാനം ഒരുക്കാൻ ഇതുവരെയും വനംവകുപ്പിന് സാധിച്ചിട്ടില്ല. കൂടാതെ തന്നെ ഈ ആന കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള വിവരം ധരിപ്പിച്ചിരുന്നു. പക്ഷേ എങ്കിൽ പോലും തന്നെ കൃത്യമായ നടപടി സ്വീകരിക്കാൻ വനംവകുപ്പ് തയ്യാറായില്ല എന്നുള്ളൊരു വിമർശനവും ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ജിൻസ് തൊട്ടുകരയുണ്ട്. ജിൻസ്, അതായത് ഈ വനംവകുപ്പ് കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിൽ ഇന്നലെ കാട്ടാന ഇറങ്ങിയിരുന്നു. വിവരം അറിയിച്ചിട്ടും വനംവകുപ്പ് അനങ്ങിയില്ല എന്നാണ് ഈ വാർഡ് കൗൺസിൽ പറയുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അറിയിപ്പ് കഴിഞ്ഞ ദിവസം തന്നെ വനംവകുപ്പിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു? അതിൽ എന്താണ് വനംവകുപ്പ് നൽകുന്ന വിശദീകരണം? മിഥുൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരാഴ്ച മുൻപാണ് ഈ തണ്ണീർക്കൊമ്പന്റെ ഇതിനു ശേഷം വനംവകുപ്പ് കൃത്യമായി പറയുകയുണ്ടായിരുന്നു. ഉത്തരമേഖല CCF KSPB ആയിരുന്നു ഈ മറ്റൊരു കൊമ്പൻ കൂടി ഈ കർണാടക അതുപോലെ തന്നെ കേരള വനാതിർത്തിയോട് ചേർന്ന പ്രദേശത്ത് ഉണ്ടെന്ന കാര്യം വ്യക്തമാക്കിയത്. അതിന് പിന്നാലെ ഈ വനംവകുപ്പിന്റെ സ്ഥിരമായുള്ള സാന്നിധ്യം കേരള വനത്തിലുണ്ടായിരുന്നു എന്നുള്ള കാര്യവും പറയുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇത്ര അപ്രതീക്ഷിതമായ ഒരു ആക്രമണത്തിലേക്ക് ഇത് കടക്കുകയുണ്ടായത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് ഈ ജനവാസ മേഖലയിലേക്ക് കടക്കുന്ന വിവരം ഈ വനംവകുപ്പ് അറിയുകയുണ്ടായത്. പക്ഷേ ഇതിനെ കൃത്യമായി തന്നെ ട്രാക്ക് ചെയ്യാൻ കഴിയാതാണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തത്തിലേക്ക് കലാശിച്ചത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഇതിനെ ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ എത്തിയപ്പോൾ കൃത്യമായ ഒരു മുന്നറിയിപ്പ് നൽകാനോ നാട്ടുകാരെ ബോധവൽക്കരിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് വനംവകുപ്പിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ നിലവിൽ ജില്ലാ കളക്ടർ ഈ മേഖലയിൽ ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ജില്ലാ കളക്ടറെ ഉപരോധിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും നേരത്തെ SP-നെയും അതുപോലെ തന്നെ മാനന്തവാടി MLA OR കേളുവിനെയും തടഞ്ഞിരുന്നു. അതിനുശേഷം കാൽനടയായാണ് ഇവർ ഈ സ്ഥലത്തേക്ക് മാറുകയുണ്ടായത്. നേരത്തെ മുതലേ DFO അടക്കമുള്ള വനപാലകരോ ജില്ലാ കളക്ടറോ ഈ സ്ഥലത്ത് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും എത്തിയില്ല എന്നുള്ള രീതിയിൽ ആയിരുന്നു ഈ പ്രതിഷേധത്തിലേക്ക് ഇടയാക്കിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം നിലവിലുണ്ട്. ഈ മൃതദേഹവുമായാണ് ഇപ്പോൾ മാനന്തവാടി ഗാന്ധി പാർക്കിൽ ഇപ്പോൾ പ്രതിഷേധം പുരോഗമിക്കുന്നത്. മണിക്കൂറുകളോളമായി ഈ ഗതാഗത സംവിധാനം പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്. ഈ മാനന്തവാടി പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ജനങ്ങൾ ഹർത്താലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജനങ്ങളെല്ലാം തന്നെ കടകമ്പോളങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി അടച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധത്തിൽ പങ്കാളികളാകുന്നത്. അതേസമയം ഈ മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ആളുകൾ കടുത്ത ഭീതിയിലാണ്. പ്രദേശവാസികൾ കടുത്ത ആശങ്കയും അതുപോലെ തന്നെ പ്രതിഷേധവും ഉണ്ട്. ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ അധികൃതർക്ക് ആകുന്നില്ല. വനംവകുപ്പ് വാഗ്ദാനം നൽകുക മാത്രമാണ് ചെയ്യുന്നത്. അതേസമയം ഈ വാഗ്ദാനങ്ങളൊന്നും തന്നെ പാലിക്കപ്പെടുന്നില്ല. ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ അധികൃതർക്ക് കഴിയുന്നില്ല. ഈ വന്യമൃഗ ശല്യത്തെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ മൃതദേഹവുമായി ഇപ്പോൾ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. മിഥുൻ, ജിൻസ് സൂചിപ്പിച്ചതുപോലെ തന്നെ MLA തടയുന്നു, ഒപ്പം തന്നെ SP-യെ തടയുന്നു, ഇപ്പോൾ കളക്ടറെയും തടഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ നാട്ടുകാരുമായി ഒരു അനുനയ ചർച്ചയ്ക്കുള്ള സാധ്യത, അതിനുള്ള സ്കോപ്പ് ഈ ഒരു ഘട്ടത്തിൽ ഇല്ല എന്നാണ് അല്ലേ? തീർച്ചയായും ജനങ്ങളുടെ അണപൊട്ടിയ ഒരു പ്രതിഷേധമാണ് നിലവിൽ ഈ തെരുവിലേക്ക് ഇറങ്ങാൻ കാരണം. അത് മൃതദേഹവുമായാണ് ഈ നാട്ടുകാർ ഈ നഗരമധ്യത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ അനുനയിപ്പിക്കുക എന്നുള്ളത് വലിയ ശ്രമകരമായ കാര്യം തന്നെയാണ് മിഥുൻ. ജിൻസ്, അതായത് ഇപ്പോൾ ഈ നാട്ടുകാർ എന്താണ് ആവശ്യപ്പെടുന്നത്? അതായത് വനമന്ത്രി നേരിട്ട് എത്തണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുന്നു എന്ന് ജിൻസ് തന്നെ പറയുകയും ചെയ്യുന്നു. അത്തരത്തിലൊരു സാധ്യത ഉണ്ടോ? ഒപ്പം തന്നെ ഈ ആനയെ ട്രാക്ക് ചെയ്തിപ്പോൾ ഈ ഒരു ജനവാസ മേഖലയിലേക്ക്, നേരത്തെ തണ്ണീർക്കൊമ്പനൊക്കെ ഈ ഒരു ടൗൺ മേഖലയിലൊക്കെ ഇറങ്ങി വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചതൊക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്. ഇത്രയധികം നാട്ടുകാരുള്ളതാണ്. ഈ ഒരു ജനവാസ മേഖലയിൽ നിന്നും എത്ര ദൂരത്തിലേക്കാണ് ഈ ആനയുള്ളത് എന്നുള്ള കൃത്യമായ വിവരങ്ങളുണ്ടോ?
നിലവിൽ കുറുക്കുമൂല ജനവാസ മേഖലയോട് ചേർന്ന ഒരു വനത്തിലാണ് നിലവിൽ ഈ കാട്ടാനയുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ വനത്തിലേക്ക് തുരത്തുക എന്നുള്ളതാണ് നിലവിൽ വനംവകുപ്പ് നടത്തുന്നത്. തണ്ണീർക്കൊമ്പന്റെ കാര്യത്തിൽ ഈ 20 കിലോമീറ്റർ അകലെയായിരുന്നു വനമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ വനത്തിലേക്ക് തുരത്തുക എന്നുള്ളത് ശ്രമകരമായിരുന്നു. അതുകൊണ്ടാണ് തണ്ണീർക്കൊമ്പനെ അവിടെ വെച്ച് തന്നെ മയക്കുവെടി വെക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് വനംവകുപ്പ് കടന്നത്. അതേസമയം ഇത്തരത്തിൽ ഈ കൊമ്പൻ നിലവിൽ ജനവാസ മേഖലയിലേക്ക് വീണ്ടും തിരിച്ചു എത്തുമോ എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകുന്നത് വരെ ഈ സമരം തുടരുമെന്നുള്ള ഒരു നിർബന്ധത്തിൽ തന്നെയാണ് നിലവിൽ ഈ നാട്ടുകാരുള്ളത്. എന്തായാലും നിലവിൽ ഈ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആളുകളെ അനുനയിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ശരി, ആനയെ തിരികെ വനത്തിലേക്ക് തന്നെ കയറ്റിവിടാനുള്ള ശ്രമം ഒരു വശത്ത് നടക്കുന്നു. ഒപ്പം തന്നെ അതേസമയം മാനന്തവാടിയിൽ 5 മണി വരെ ഹർത്താൽ പ്രഖ്യാപിച്ച നാട്ടുകാർ ടൗണിൽ മൃതദേഹവുമായി ഇപ്പോഴും പ്രതിഷേധിക്കുകയാണ്. വലിയ പ്രതിഷേധത്തിന് തന്നെയാണ് മാനന്തവാടി സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഉപരോധത്തോടു കൂടി മാനന്തവാടി പൂർണ്ണമായും സ്തംഭിച്ച ഒരു അവസ്ഥയിലേക്കാണ്. മെഡിക്കൽ കോളേജിലെത്തിയ SP, MLA ഒപ്പം തന്നെ ഇപ്പോൾ കളക്ടറെ ഉൾപ്പെടെ തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധത്തേക്ക് നാട്ടുകാർ നീങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്ന് രാവിലെയായിരുന്നു ചാലികട്ട പനച്ചിൽ അജി കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. വീടിന്റെ മതിൽ തകർത്ത ആന മുറ്റത്ത് വെച്ചാണ് അജിയെ ആക്രമിക്കുന്നത്. പിന്നീട് വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ആദ്യം മൃതദേഹം ഏറ്റുവാങ്ങാൻ നാട്ടുകാർ തയ്യാറായില്ല എങ്കിലും പിന്നീട് ആ മൃതദേഹം വെച്ചുകൊണ്ട് റോഡിൽ, അതായത് മാനന്തവാടി ടൗണിൽ വലിയ പ്രതിഷേധം അരങ്ങേറുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു വയനാട്ടിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ജിൻസ് തോട്ടുകര. സകലമാന കേരളം ഇതോടെ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.